ഏകീകൃത പൗരനിയമത്തിൻ്റെ പ്രസക്തി എന്ന വിഷയം മുൻനിർത്തിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ട്. ഏതാനും വർഷമായി നമ്മുടെ രാജ്യത്ത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് പൊതു പൗര നിയമം എന്നത്. ഇതൊരു വിവാദ വിഷയമാണ്. ആ വിവാദത്തിന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചരിത്രത്തോളം പഴക്കമുണ്ട്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ അനുകൂലിച്ചവരും പാക്ഷികമായി അനുകൂലിച്ചവരും സമ്പൂർണമായിട്ട് എതിർത്തവരുമുണ്ടായിരുന്നു. ബാബാ സാഹേബ് അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഈ വിഷയം വന്നപ്പോൾ വിഷയത്തെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന പ്രശ്നം ഉത്ഭവിച്ചു. അതായത് ഭരണഘടനയുടെ മൗലികാവകാശ പട്ടികയിൽ ഉൾപ്പെടുത്തണമോ അതോ ഭരണഘടനയുടെ രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമോ? മൗലികാവകാശങ്ങളുടെ പട്ടിക 3-ാം പട്ടികയാണ്. 4-ാം പട്ടികയായ മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തണമോ എന്ന വിഷയത്തിൽ പോലും തർക്കമുണ്ടായി. അന്ന് മിനു മസാനി, രാജ്കുമാരി അഹമ്മദ് കൗൾ, കെ എം മുൻഷി തുടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ പറഞ്ഞത് നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടന പൗരന്മാർക്ക് സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ്. സമത്വം എന്നത് നമ്മുടെ ഭരണഘടനയുടെ മുഖമുദ്രയാണ്. അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത പൗരനിയമം എന്നത് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തണം എന്നവർ പറയുകയുണ്ടായി. അതേസമയം മറ്റൊരു കൂട്ടർ പറഞ്ഞത് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൂടാ, രാഷ്ട്രത്തിൻ്റെ നയനിർദ്ദേശക തത്വങ്ങളിൽ ഇത് ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു വിഭാഗം അന്ന് ഭരണഘടനാ അസംബ്ലിയിലുണ്ടായിരുന്നു. 3-ാമത്തെ വിഭാഗം യൂണിഫോം സിവിൽ കോഡ് എന്ന വിഷയം ഭരണഘടനയുടെ ഒരു വകുപ്പിലും ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞവരായിരുന്നു. മൗലികാവകാശങ്ങളുടെ പട്ടികയിലും ഉൾപ്പെടുത്താൻ പാടില്ല, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പട്ടികയിലും ഉൾപ്പെടുത്താൻ പാടില്ല. അങ്ങനെ പറഞ്ഞവരിൽ പ്രധാനികളായിരുന്നു മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന മുസ്ലിം ലീഗിൻ്റെ അക്കാലത്തെ പ്രമുഖനായ നേതാക്കന്മാരിൽ ഒരാൾ. മറ്റൊരാളായിരുന്നു ബി പോക്കർ. അങ്ങനെ 4-5 പേരുണ്ടായിരുന്നു. ഇത് ഒരു പട്ടികയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞവർ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരേ ഒരു മുസ്ലിം അംഗം ഇതിനെ അനുകൂലിച്ചത് ബീഹാറിൽ നിന്നുണ്ടായിരുന്ന താജ്മുൽ ഹുസൈൻ എന്ന വ്യക്തിയാണ്. നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ സഭയിൽ ഒരൊറ്റ മുസ്ലിം സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഈ പൊതു സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ലിംഗസമത്വവും ലിംഗനീതിയും ഉറപ്പുവരുത്തുക എന്നതാണ്. രാജ്യത്ത് നിലവിലുള്ള വ്യക്തി നിയമങ്ങളിൽ ഹിന്ദുക്കൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങളുണ്ട്, ക്രൈസ്തവർക്കും പാർസികൾക്കും ഒക്കെ അവരുടേതായ വ്യക്തി നിയമങ്ങളുണ്ട്. പേഴ്സണൽ ലോസ് ഓർ ഫാമിലി ലോസ് ഉണ്ട് ഓരോരുത്തർക്കും. പക്ഷേ എല്ലാ മതസ്ഥരുടെയും വ്യക്തി നിയമങ്ങളിൽ സ്ത്രീ വിരുദ്ധമായ അംശങ്ങൾ കുറഞ്ഞോ കൂടിയോ ഉള്ള അളവിലുണ്ട് എന്ന യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ പോലും ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഏതായാലും നമ്മുടെ ഭരണഘടന 1950 ജനുവരി 26 അംഗീകരിക്കപ്പെട്ടു. മൗലികാവകാശങ്ങളിൽ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടുത്തപ്പെട്ടില്ല.
മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തപ്പെട്ടു. എന്തുകൊണ്ട് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല എന്നതിന് അംബേദ്കറെ പോലുള്ളവർ അന്ന് വിശദീകരണവും നൽകിയിട്ടുണ്ട്. അംബേദ്കർ ഉൾപ്പെടെയുള്ള, നെഹ്റു ഉൾപ്പെടെയുള്ളവർ നൽകിയ വിശദീകരണം നമുക്ക് പെട്ടെന്ന് നിർവഹിക്കേണ്ട, സാധിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയാണ് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് സാവകാശം കുറച്ച് സമയമെടുത്ത് നടപ്പിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അത്തരം 14 വിഷയങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നാണ് പൊതുപൗര നിയമം, അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്, അല്ലെങ്കിൽ ഏകീകൃത പൗര നിയമം എന്നത്. ഇപ്പോഴും നമ്മൾ യൂണിഫോം സിവിൽ കോഡ് രാജ്യത്താകമാനം നടപ്പാക്കിയിട്ടില്ല. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കാകമാനം ബാധകമായ ഒരു പൊതു സിവിൽ നിയമം വേണമെന്നാണ്. ഈ അടുത്ത കാലത്ത് ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്ത് മാത്രം യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഗോവയിലുണ്ട്. യൂണിഫോം സിവിൽ കോഡ് സ്വാതന്ത്ര്യത്തിന് ശേഷം നിലവിൽ വന്നിട്ടുള്ളത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ മാത്രമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും, അല്ലെങ്കിൽ ഇന്ത്യക്കാകമാനം ബാധകമായ ഒരു യൂണിഫോം സിവിൽ കോഡ് ഇതുവരെ നടപ്പാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തെ എതിർക്കുന്ന വിഭാഗങ്ങൾ 1947 തൊട്ടുണ്ട്, ഇപ്പോൾ നിലവിലുണ്ട്. 1985 സുപ്രീം കോടതി ഐതിഹാസികമായ ഒരു വിധി പ്രസ്താവന നടത്തി. കേസ് ഷാബാനുബിയം കേസ് എന്നറിയപ്പെടുന്നു. 1985 ജനുവരി 23 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ആ വിധിയിൽ മറ്റു പല കാര്യങ്ങളോടൊപ്പം പറയുകയുണ്ടായി, രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ബാധകമായ ഒരു പൊതു സിവിൽ കോഡിൻ്റെ കാര്യം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. അത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ടതാണ് എന്ന് പറയുകയുണ്ടായി. അന്നത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിൻ്റെ പിതാവ് YV ചന്ദ്രചൂഡായിരുന്നു. അത് 1985 അത് കഴിഞ്ഞ് 1995 അത്ര തന്നെ പ്രധാനപ്പെട്ട സരള മുഡ്ഗൽ കേസ് എന്നറിയപ്പെടുന്ന കേസിൽ അന്നത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയിലും പറഞ്ഞു, രാഷ്ട്രം പൊതു സിവിൽ കോഡ് ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്ന്. അങ്ങനെ 3-4 വിധികളിലെങ്കിലും സുപ്രീം കോടതി കഴിഞ്ഞ 10-40 വർഷത്തിനിടയിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ നമുക്കത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യകാലത്ത് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട യാഥാസ്ഥിതികർ, കൾച്ചറൽ ബിഗട്സ്, ഈ പൊതു സിവിൽ കോഡിനെ എതിർത്തു പോന്നിരുന്നു. കൾച്ചറൽ ബിഗട്സ് എന്ന് പറഞ്ഞാൽ ഈ സാംസ്കാരികമായിട്ട് യാഥാസ്ഥിതികത്വം പുലർത്തുന്നവർ. അവരുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീ പുരുഷ സമത്വം, ലിംഗസമത്വം, ലിംഗനീതി തുടങ്ങിയ സങ്കല്പനങ്ങൾ നടപ്പാക്കുക എന്നത് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ശരിയല്ല എന്നതായിരുന്നു. അപ്പോൾ ഹിന്ദു കോഡ് ബിൽ 1954-56 കാലഘട്ടത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മുൻകൈയിൽ നടപ്പാക്കപ്പെട്ടത്. 1954-56 കാലഘട്ടത്തിലാണ് നടപ്പാക്കപ്പെട്ടതെങ്കിലും 1950 മുമ്പ് 47-48 കാലഘട്ടത്തിൽ തന്നെ ഹിന്ദു കോഡ്, ഹിന്ദു വ്യക്തി നിയമങ്ങൾ, ഹിന്ദു കുടുംബ നിയമങ്ങൾ, അതിൽ ഏറെ സ്ത്രീവിരുദ്ധമായ അംശങ്ങളുണ്ട്, അത് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് കോൺഗ്രസിൻ്റെ തന്നെ പ്രഗത്ഭരായ നേതാക്കന്മാർ ആരൊക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അവരൊക്കെ അതിനെതിരായിരുന്നു. അതായത് ഹിന്ദു വ്യക്തി നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന് ആദ്യകാലത്ത് അവരൊക്കെ എതിർത്തിരുന്നു. എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ടാണ് 1954-56 കാലഘട്ടത്തിൽ നെഹ്റു ഗവൺമെൻറ് ആ കാലത്ത് ഹിന്ദു കോഡ് ബിൽ നടപ്പാക്കിയത്. അത് നടപ്പാക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ചോദ്യമുയർന്നു, രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ വ്യക്തി നിയമങ്ങൾ നിങ്ങൾ പരിഷ്കരിക്കാത്തത്? ന്യായമായ ചോദ്യമായിരുന്നു അത്. കാരണം ഹിന്ദുക്കളുടെ വ്യക്തി നിയമം, കുടുംബ നിയമം പരിഷ്കരിക്കപ്പെടുന്നു, എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ, രണ്ടാമത്തെ ഏറ്റവും വലിയ സമുദായമായ മുസ്ലിങ്ങളുടെ വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുന്നില്ല?
അന്ന് അംബേദ്കർ അതിന് നൽകിയ മറുപടി ഇതാണ്. അംബേദ്കർ പറഞ്ഞു, മുസ്ലിങ്ങളുടെ വ്യക്തി നിയമവും പരിഷ്കരിക്കേണ്ടതുണ്ട്. പക്ഷേ ചരിത്രപരമായ ഒരു കാരണം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് ആ കാരണം? അംബേദ്കർ പറഞ്ഞത്, അംബേദ്കർ പറഞ്ഞു, ഹിന്ദു സമുദായം, ഇന്ത്യയിലെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ഒട്ടേറെ ഉത്ബുദ്ധ ജനവിഭാഗം അടങ്ങിയതാണ്. കാരണം അവരിൽ വിദ്യാഭ്യാസമുള്ള, പുരോഗമന സ്വഭാവമുള്ള ഒരു മിഡിൽ ക്ലാസ് വളർന്നു വന്നിട്ടുണ്ട്, ഒരു മധ്യവർഗം വളർന്നു വന്നിട്ടുണ്ട്. ആ മധ്യവർഗം അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് വ്യക്തി നിയമങ്ങളിലെ കാലോചിതമായ പരിഷ്കരണം ഉൾക്കൊള്ളാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും. എന്നാൽ അതല്ല മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് അംബേദ്കർ പറയുകയുണ്ടായി. എന്താ അതല്ല മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, 1947 ഇന്ത്യൻ യൂണിയനും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടപ്പോൾ അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്കിടയിലെ വരേണ്യവർഗം, ദ എലീറ്റ് ക്ലാസ്, വിദ്യാഭ്യാസമുള്ള, കൂടുതൽ സമ്പത്തും കാര്യങ്ങളുമൊക്കെയുള്ള ആളുകളിൽ ഏതാണ്ട് 90% പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം കുറഞ്ഞ, സമ്പത്ത് കുറഞ്ഞ, വരേണ്യവർഗം എന്ന രൂപത്തിൽ അതിൽ കാര്യമായിട്ടൊന്നുമില്ലാത്ത ഒരു സമുദായമാണ്. അവർക്ക് പെട്ടെന്ന് ഇതുപോലുള്ള പരിഷ്കരണങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത് എന്ന് അംബേദ്കർ അന്ന് വിശദീകരിക്കുകയുണ്ടായി. അതൊക്കെ കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്യാതിരിക്കാൻ കാരണം എന്താണ്? എല്ലാ കാലത്തും പൊതു സിവിൽ കോഡ് എന്ന ആശയം എപ്പോഴൊക്കെ കോടതിയോ രാഷ്ട്രീയ പാർട്ടികളോ അക്കാദമീഷ്യന്മാരോ മറ്റാരെങ്കിലുമോ മുന്നോട്ട് വെച്ചപ്പോഴെല്ലാം അതിനെ എതിർത്തു പോകുന്നത് നമ്മുടെ രാജ്യത്തെ ചില മുസ്ലിം മതസംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുമാണ്. അവരുന്നയിച്ചു പോകുന്ന ചില വാദങ്ങൾ അവതരിപ്പിക്കാനേ നമുക്ക് സമയമുള്ളൂ. അവർ ഈ പൊതു സിവിൽ കോഡ് എന്ന ആശയത്തിനെതിരെ കഴിഞ്ഞ 75 വർഷത്തിലേറെയായി എതിർപ്പ് ഉന്നയിച്ചു പോരുന്ന ഈ സംഘടനകളുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണ്? യൂണിഫോം സിവിൽ കോഡിനെതിരെയുള്ള വാദങ്ങൾ എന്തൊക്കെയാണ്? 3-4 വാദങ്ങളുണ്ട്. ഒന്ന്, അവർ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കപ്പെടുമ്പോൾ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടും. 2, യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ മുസ്ലിങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം തകർക്കപ്പെടും, അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി തകർക്കപ്പെടും. 3-ാമത്തെ കാര്യം, രാജ്യം മുന്നോട്ട് വെക്കുന്ന, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പ്ലൂരലിസം അല്ലെങ്കിൽ ബഹുസ്വരത എന്ന ആശയത്തിനെതിരാണ് യൂണിഫോം സിവിൽ കോഡ്. പുതുതായി മുമ്പ് ഉന്നയിച്ചിട്ടില്ലാത്ത ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അവരുന്നയിക്കുന്നുണ്ട്, 4-ാമത്തെ ഒരു വാദം. ആ വാദം ഇതാ. ഇപ്പോൾ BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. BJP സർക്കാരാണിപ്പോൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. അതായത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനുള്ള BJPയുടെ ശ്രമം മുസ്ലിങ്ങളുടെ മേൽ അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന 4-മതൊരു വാദവും ഇപ്പോഴുണ്ട്. ഈ വാദങ്ങൾ ഹ്രസ്വമായി, സമയക്കുറവുകൊണ്ട് വളരെ ഹ്രസ്വമായിട്ടൊന്ന് പരിശോധിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നമുക്ക് 1-ാമത്തെ വാദം എടുക്കാം. മുസ്ലിം മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പൊതുപൗര നിയമത്തിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന്, ഇത് നടപ്പിൽ വരുമ്പോൾ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം ഇല്ലാതാവും എന്നാണ്. ഈ മതസ്വാതന്ത്ര്യം ഇല്ലാതാവും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മതത്തെ തന്നെ 2 രൂപത്തിൽ കാണണം. എല്ലാ മതങ്ങൾക്കും 2 വശങ്ങളുണ്ട്. ഒന്ന്, മതങ്ങളുടെ അനുഷ്ഠാന വശം, ദ റിച്വൽസ് ഓഫ് റിലീജിയൻ. 2, മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ എന്ന വശം, അല്ലെങ്കിൽ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മൂല്യവ്യവസ്ഥ, വാല്യൂ സിസ്റ്റം. 2-മത്തേത് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന റിച്വൽ സിസ്റ്റം. ഈ റിച്വൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ മതത്തിനും ഭിന്നമായിരിക്കും. ഇപ്പോൾ ഹിന്ദു മതത്തിൻ്റെ റിച്വൽസ് അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അല്ല ഇസ്ലാം മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ. ക്രിസ്തു മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമായിരിക്കും. സിഖ് മതത്തിൻ്റെയും പാർസി മതത്തിൻ്റെയും ബൗദ്ധ മതത്തിൻ്റെയും ജൈന മതത്തിൻ്റെയും ഒക്കെ അനുഷ്ഠാനങ്ങൾ വേറെ വേറെയായിരിക്കും. എന്നാൽ എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന മൂല്യവ്യവസ്ഥ ഒന്നാണ്.
വ്യത്യാസമില്ല. മൂല്യവ്യവസ്ഥ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മതങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വാല്യൂസാണ്, മൂല്യങ്ങളാണ്. സത്യം എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു വാല്യൂ ആണ്, ഒരു മൂല്യമാണത്. സത്യം, നിങ്ങൾ സത്യത്തോടൊപ്പം നിൽക്കണം. സാഹോദര്യം, ബ്രദർഹുഡ്, എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളിൽ ഒന്നാണ് ഈ സാഹോദര്യം. സഹിഷ്ണുത, ടോളറൻസ്, എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളിൽ പെടുന്നു ഈ പറയുന്ന സഹിഷ്ണുത. നാലാമത്തെ മൂല്യം കാരുണ്യം, കരുണ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന മൂല്യമാണ്. അപ്പോൾ മൂല്യവ്യവസ്ഥ എന്ന നിലയിൽ നോക്കുമ്പോൾ ഹിന്ദു മതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും മറ്റു മതങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഹിന്ദുമതം പറയുന്നുണ്ടോ സത്യം പാടില്ല എന്ന്, നീതി പാടില്ല എന്ന്, സാഹോദര്യം പാടില്ല എന്ന്, സഹിഷ്ണുത പാടില്ല എന്ന്? ഇസ്ലാം മതം പറയുന്നുണ്ടോ, ക്രിസ്തു മതം പറയുന്നുണ്ടോ, മറ്റേതെങ്കിലും മതം പറയുന്നുണ്ടോ ഇതൊന്നും പാടില്ല എന്ന്? എല്ലാ മതങ്ങളും ഇതൊക്കെ വേണമെന്ന് പറയുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മൂല്യവ്യവസ്ഥ എന്ന നിലയിൽ മതങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. വ്യത്യാസം പിന്നെ എവിടെയാണ്? വ്യത്യാസമുള്ളത് അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലാണ്. ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോകും, അവരുടെ പൂജയ്ക്ക് അവരുടേതായ രീതികളുണ്ട്. മുസ്ലിങ്ങൾ അവരുടെ പള്ളികളിൽ പോകും, അല്ലെങ്കിൽ അവരുടെ നമസ്കാരം വീടുകളിൽ വെച്ച് നിർവഹിക്കും. അതിന് അവരുടേതായ ചില അനുഷ്ഠാന മുറകളൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ അനുഷ്ഠാന മുറകളുണ്ട്. അത് വ്യത്യസ്തമാണ്. മതത്തിൻ്റെ അകക്കാമ്പ് കുടികൊള്ളുന്നത് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന അനുഷ്ഠാനങ്ങളിലല്ല, മറിച്ച് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളിലാണ്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇനി സത്യം പറയാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് നീതിയോടൊപ്പം നിൽക്കാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് സാഹോദര്യം ഉയർത്തിപ്പിടിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് സഹിഷ്ണുത ഉയർത്തിപ്പിടിക്കാൻ പാടില്ല എന്നല്ലേ യൂണിഫോം സിവിൽ കോഡ്? അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പോൾ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ അനുഷ്ഠാനങ്ങളുടെ കാര്യം, ഈ അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും കാര്യത്തിലേക്കൊന്നും ഈ യൂണിഫോം സിവിൽ കോഡ് കടന്നു വരുന്നില്ല. യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിംഗസമത്വവും ലിംഗനീതിയും ഉറപ്പുവരുത്തുക എന്നതാണ്. ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് പുരുഷന് കിട്ടുന്ന സ്വത്തിനേക്കാൾ പാതി സ്വത്ത് മാത്രമാണ് സ്ത്രീക്ക് അനന്തരാവകാശ സ്വത്തായിട്ട് ലഭിക്കുന്നത്. അതായത് സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ സ്ത്രീ വിരുദ്ധമായ അംശമുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരമായ വിവേചനമുണ്ട്. പുരുഷന് കിട്ടുന്നതിൻ്റെ പാതി മാത്രം സ്ത്രീക്ക്. അത് മാറ്റണമെന്ന് പറയും. അത് പക്ഷേ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. രണ്ടാമത് ബഹുഭാര്യത്വം മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് അനുവദനീയമാണ്. ഒരു പുരുഷന് ഒരു ഭാര്യ ജീവിച്ചിരിക്കെ വേണമെങ്കിൽ 2, 3, 4 വരെ സ്ത്രീകളെ ഭാര്യമാരായിട്ട് സ്വീകരിക്കാം എന്ന വ്യവസ്ഥയുണ്ട്. അത് വാസ്തവത്തിൽ അത് മതത്തിൻ്റെ ഭാഗമല്ല, അതൊന്നും മൂല്യങ്ങളുടെ ഭാഗമല്ല, ആധാരത്തിൻ്റെ ഭാഗമാണ്. അതില്ലാതാവും. അതുപോലെ തന്നെ പുരുഷൻ്റെ ഏകപക്ഷീയമായ വിവാഹമോചനത്തിലുള്ള അവകാശം അതിപ്പോൾ ഏതാണ്ട് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് മുത്തലാഖ് നിയന്ത്രണത്തിലൂടെ. എന്നാലും അതാണ് മറ്റൊരു കാര്യം. പുരുഷന് വേണമെങ്കിൽ ഏതവസരത്തിലും താൻ കല്യാണം കഴിച്ച സ്ത്രീയെ ഉപേക്ഷിക്കാം. അതില്ലാതാവും. ദത്തെടുക്കൽ വിഷയത്തിൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ പറയുന്നത് ദത്തെടുക്കൽ ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നാണ്. അതായത് ഒരു മുസ്ലിം പുരുഷനോ ഒരു മുസ്ലിം സ്ത്രീക്കോ കുട്ടികളില്ല, സന്താനങ്ങളില്ലാത്തതുകൊണ്ട് ഒരു കുട്ടിയെ അവർക്ക് ദത്തെടുക്കണം എന്ന് വന്നാൽ ദത്തെടുത്ത കുട്ടികളെ നമ്മുടെ നിയമം അനുസരിച്ച് സ്വാഭാവിക സന്താനമായി കണക്കാക്കപ്പെടും. ഈ മുസ്ലിം മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് ദത്തെടുത്ത കുട്ടികളെ ദത്തെടുക്കുന്നവൻ്റെയോ ദത്തെടുക്കുന്നവളുടെയോ സ്വാഭാവിക സന്താനമായിട്ട് പരിഗണിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളുടെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ലല്ലോ ആചാരങ്ങൾ. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്തൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു പോകുന്നതെന്നറിയാമോ? യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഇനി അങ്ങോട്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ രീതി അനുസരിച്ച് വിവാഹ ചടങ്ങ് നടത്താൻ പറ്റില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മതം പറയുന്ന രൂപത്തിലുള്ള ശവസംസ്കാരം നടത്താൻ പറ്റില്ല എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, എത്രയോ വർഷങ്ങളായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു പോയിരുന്ന ഈ കാര്യങ്ങളൊക്കെ. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ മതാചാരം അനുസരിച്ച് വിവാഹം നടത്താൻ പറ്റില്ല. യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തി നിയമങ്ങളുടെ അല്ലെങ്കിൽ കുടുംബ നിയമങ്ങളുടെ ഏകീകരണമാണ്.
ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ ഏകീകരണമല്ല. യൂണിഫോം സിവിൽ കോഡ് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കി. അവിടെ ഇപ്പോൾ മുസ്ലിങ്ങൾ മരിച്ചാൽ അവരുടെ ആചാരം അനുസരിച്ചല്ലേ ശവസംസ്കാരം നടത്തുന്നത്? ഉത്തരാഖണ്ഡിൽ മുസ്ലിങ്ങളുടെ ആചാരമനുസരിച്ചല്ലേ, മത ചടങ്ങുകളനുസരിച്ചല്ലേ വിവാഹം നടക്കുന്നത്? അതിനെയൊന്നും ഇത് ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് കുപ്രചരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ഒരു വാദം, അതായത് മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടും എന്നതാണ് ഒരു വാദം. ആ വാദത്തിൽ ഒരു കഴമ്പുമില്ല എന്നാണ് ഞാനിപ്പോൾ പറയാൻ ശ്രമിച്ചത്. രണ്ടാമത്തെ വാദം, യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്നാൽ മുസ്ലിങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം ഇല്ലാതാവും എന്നതാണ്. ഈ മുസ്ലിങ്ങളുടെ സാംസ്കാരിക വ്യക്തിത്വം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുക എന്താണ്? കേൾക്കുന്ന ആർക്കും തോന്നുക എന്താണ്? ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഒരേ സംസ്കാരമുണ്ട് എന്നാണ്. ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങൾക്ക് ഒരേ സംസ്കാരമുണ്ട് എന്നാണ്. കേരളത്തിലെ ഒരു 80 ലക്ഷം മുസ്ലിങ്ങൾക്ക് ഒരേ സംസ്കാരമുണ്ട് എന്നാണ്. എന്നാൽ അത് ശരിയാണോ? ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് ആകമാനം ബാധകമായ ഒരു സംസ്കാരമില്ല. കാരണം പ്രവാചകൻ മരിച്ച പിറ്റേ ദിവസം തന്നെ മുസ്ലിം സമൂഹം രണ്ടായിട്ട് പിരിഞ്ഞു. ഒരു വിഭാഗം സുന്നി മുസ്ലിങ്ങൾ എന്നറിയപ്പെട്ടു, മറ്റേ വിഭാഗം ഷിയ മുസ്ലിങ്ങൾ എന്നറിയപ്പെട്ടു. ഇപ്പോൾ ലോകത്ത് 90% സുന്നി മുസ്ലിങ്ങളാണ്, 10% മാത്രമാണ് ഷിയ മുസ്ലിങ്ങൾ. ഷിയ മുസ്ലിങ്ങളുടെയും സുന്നി മുസ്ലിങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല, അവരുടെ സാംസ്കാരിക വിചാരങ്ങൾ പോലും ഭിന്നമാണ്, ഒരേ സംസ്കാരത്താൽ ബന്ധിതമല്ലാതെ. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം. അയോധ്യ പ്രശ്നത്തിൽ കോടതിയിലെ വിധിയുണ്ട്, സുപ്രീം കോടതി വിധി 4-5 കൊല്ലം മുമ്പ് വന്നു. അതായത് ആ സ്ഥലം, ഈ രാമക്ഷേത്രം നിലനിൽക്കുന്നു എന്ന് ഹിന്ദുക്കൾ അവകാശപ്പെട്ട, ബാബരി മസ്ജിദ് തങ്ങളുടെ പള്ളിയാണെന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെട്ട ആ സ്ഥലം, അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുവാൻ ബന്ധപ്പെട്ട ട്രസ്റ്റിന് കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതേസമയം മുസ്ലിങ്ങൾക്ക് അവരുടേതായൊരു പള്ളി ഉണ്ടാക്കാൻ അയോധ്യയിൽ തന്നെ 5 ഏക്കർ സ്ഥലം നൽകണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. അതാർക്കാ കൊടുക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. ആർക്കാ കൊടുക്കേണ്ടതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞത് ഉത്തർപ്രദേശിലെ സുന്നി വഖഫ് ബോർഡിന് കൈമാറണം ഈ 5 ഏക്കർ സ്ഥലം എന്നാണ്. സുന്നി വഖഫ് ബോർഡ്, ഷിയ വഖഫ് ബോർഡിന് അവകാശമില്ല. സുന്നി മുസ്ലിങ്ങൾക്ക് ഈ 5 ഏക്കറിൽ ഒരു മുസ്ലിം പള്ളി നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അവകാശം സുന്നി മുസ്ലിങ്ങൾക്ക് മാത്രമായിരിക്കും, ഷിയ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ കോടതി വിധി പ്രകാരം. കാരണം അത് രണ്ട് വിഭാഗങ്ങളാണ്. പിന്നെ ഈ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാത്ത കാര്യങ്ങൾ ആണ് ഇതൊക്കെ. ഇപ്പോൾ മുസ്ലിങ്ങളുടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില സംഘടനകളുടെ കാഴ്ചപ്പാടനുസരിച്ച് നബിദിനം ആഘോഷിക്കുക എന്നത് മതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നബിദിനം ആഘോഷിക്കാറുണ്ട് കേരളത്തിലെ പല മുസ്ലിം മതസംഘടനകളും. എന്നാൽ നബിദിനം ആഘോഷിക്കുന്നത് ഇസ്ലാം മതത്തിനെതിരാണ് എന്ന് പറയുന്നവരുമുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ. ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമി നബിദിനം ആഘോഷിക്കില്ല, മുജാഹിദ് സംഘടനകൾ നബിദിനം ആഘോഷിക്കില്ല. അവിടെ കാഴ്ചപ്പാടിൽ നബിദിനം ആഘോഷിക്കുന്നത് ഇസ്ലാം വിരുദ്ധമാണ്. അതേ അവസരത്തിൽ AP സുന്നിയായാലും EK സുന്നിയായാലും ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കണം എന്നത് മതത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച മുസ്ലിങ്ങൾ നടത്തുന്ന പള്ളിയിൽ നടത്തുന്ന ഖുത്ബ എന്ന് പറയുന്ന പ്രസംഗമുണ്ട്, വെള്ളിയാഴ്ചയിലെ പ്രസംഗം. ഈ വെള്ളിയാഴ്ച പ്രസംഗം അറബി ഭാഷയിൽ മാത്രമേ നടത്താവൂ എന്ന് ശഠിക്കുന്ന വിഭാഗമാണ് സുന്നി വിഭാഗം, ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സുന്നി വിഭാഗം. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പോലുള്ള സംഘടനകളും പറയുന്നത് അറബി ഭാഷയിലല്ല, പ്രാദേശിക ഭാഷയിലാണ് ഈ പറയുന്ന കുത്തുബ നടത്തേണ്ടത്, പ്രസംഗം നടത്തേണ്ടത്, എന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാവൂ എന്ന് വെച്ചാൽ അവിടെ പോലും അത്തരം കാര്യങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് പോയിട്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് ആകമാനം ബാധകമായിട്ടുള്ളൊരു പ്രത്യേക സംസ്കാരമില്ല. സാംസ്കാരികമായി ഭിന്നചേരികളിൽ നിൽക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഹിന്ദുക്കളെ പോലെ തന്നെ ക്രൈസ്തവരെ പോലെ തന്നെ സാംസ്കാരികമായ ഏകത്വം എന്നതൊരു മിഥ്യയാണ്. പല കാര്യങ്ങളിലും അവർ ഭിന്ന രൂപങ്ങളിലാണ് അവരുടെ സാംസ്കാരിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ വാദം. സാംസ്കാരിക വ്യക്തിത്വം അത് നഷ്ടപ്പെടുമെന്ന വാദത്തിനും വാസ്തവത്തിൽ കടമ്പില്ല. മൂന്നാമത്തെ വാദം, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലായാൽ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ബഹുസ്വരത, പ്ലൂറലിസം നഷ്ടപ്പെടും എന്നാണ്.
ബഹുസ്വരത എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? ബഹുസ്വരത എന്ന് പറഞ്ഞാൽ ഏത് സ്വരത്തിനും, ഏത് ശബ്ദത്തിനും, ഏത് വീക്ഷണത്തിനും ഇടമുള്ള അവസ്ഥയ്ക്കാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. ഏകസ്വരത എന്ന് പറഞ്ഞാൽ ഒരു സ്വരത്തിന് മാത്രമേ ഇടമുണ്ടാവൂ, ഒരു ശബ്ദം മാത്രമേ അവിടെ അനുവദിക്കപ്പെടൂ, ഒരു വീക്ഷണം മാത്രമേ അവിടെ അനുവദിക്കപ്പെടൂ. അതാണ് ഏകസ്വരത. ഏകസ്വരതയിൽ നിന്ന് വ്യത്യസ്തമായി ബഹുസ്വരത നിലനിൽക്കുന്ന രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. പക്ഷെ ബഹുസ്വരത എന്ന് പറയുന്നത് നിരുപാധികമായിട്ട് നടപ്പാക്കേണ്ട ഒരു കാര്യമല്ല. ഹിന്ദുക്കൾ പറയുകയാണ് സതി ഇവിടെ നിരോധിക്കപ്പെട്ടു. സതി എന്നത് ഹിന്ദുക്കളുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്, മതാചാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് നിരോധിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഹിന്ദുക്കളുടെ ബഹുസ്വരതയാണ്, ഹിന്ദുക്കൾക്ക് അനുവദനീയമായ ബഹുസ്വരതയാണ് എന്ന് പറയുന്നത് പോലെയാണ് ബഹുഭാര്യത്വം നിരോധിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ബഹുസ്വരതയാണ് എന്ന് മുസ്ലിം സംഘടനകൾ പറയുന്നത്. സതി മാത്രമല്ല നിരോധിക്കപ്പെട്ടത്, ഒരു കാലത്ത് ഹിന്ദുക്കൾക്കിടയിൽ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരാചാരമാണ് ഐത്തം. ഐത്തം ആചരിക്കപ്പെട്ടിരുന്നു, ഇപ്പോഴും ആചരിക്കുന്നവരുണ്ട്. പഴയ കാലത്ത് വളരെ ശക്തമായിട്ട് ആചരിക്കപ്പെട്ടിരുന്നു. നമ്മുടെ കേരളത്തിൽ പോലും ഈ ഐത്താചരണം കണ്ടിട്ടാണ് ഏതാണ്ട് 100-125 കൊല്ലം മുമ്പ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ എന്ന ആ ഹിന്ദു സന്യാസിക്ക് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിളിക്കേണ്ടി വന്നത് കേരളത്തിലെ ഹിന്ദുക്കളുടെ ഐത്താചരണം കണ്ടിട്ട്. അപ്പോൾ ഐത്തം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ സംസ്കാരത്തിൻ്റെയും അവരുടെ സാംസ്കാരിക വ്യക്തിത്വത്തിൻ്റെയും ഭാഗമാണ് എന്ന് പറയുന്നത് പോലെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള സ്വത്തവകാശത്തിലുള്ള വിവേചനം നിലനിർത്തണം എന്നോ പുരുഷന് ഏകപക്ഷീയമായി വിവാഹമോചനം നടത്താനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തണമെന്നോ പുരുഷന് 4 ഭാര്യമാരെ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്നോ പറയുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പൊതു നന്മയ്ക്ക് വിരുദ്ധമായ ആചാരങ്ങൾക്ക് അനുവാദം നൽകുന്നതല്ല ബഹുസ്വരത. പൊതുസമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഉത്തമ താൽപ്പര്യങ്ങൾക്ക് അനുഗുണമായ രൂപത്തിൽ മാത്രമേ ഏത് ആചാരവും, ഏത് അനുഷ്ഠാനവും, ഏത് വീക്ഷണവും, ഏത് സ്വരവും അനുവദിക്കപ്പെടാവൂ. അത് അംഗീകരിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഏത് ജനാധിപത്യ രാഷ്ട്രത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഈ ബഹുസ്വരത നിഷേധിക്കപ്പെടും എന്ന് പറയുന്നതിലും അർത്ഥമില്ല. 4ാമത്തെ വാദം ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതാണ്. ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അത് BJPയുടെ അജണ്ടയുടെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്കെതിരെ BJP ഉപയോഗിക്കുന്ന അജണ്ടയുടെ ഭാഗമാണ് യൂണിഫോം സിവിൽ കോഡ് എന്നാണ്. ഇത് കേട്ടാൽ തോന്നുക, ഒന്നാമത്തെ കാര്യം തോന്നുക, ഇവിടെ ഈ യൂണിഫോം സിവിൽ കോഡ് ഇല്ല എന്നാണ്. നമ്മുടെ നാട്ടിലുള്ള സിവിൽ നിയമങ്ങൾ, പൗര നിയമങ്ങൾ 95% ഏകീകൃതമാണ്. ഉദാഹരണത്തിന് കരാർ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. രജിസ്ട്രേഷൻ നിയമം, ഭൂമി കൈമാറ്റ നിയമം, കമ്പനി നിയമം, ബാങ്കിങ് നിയമം, സ്ത്രീധന നിരോധന നിയമം, ജാത്യവശത നിവാരണ നിയമം, ശിശുവിവാഹ നിരോധന നിയമം, സ്പെഷ്യൽ മാരേജ് ആക്ട് തുടങ്ങി ഒട്ടേറെ സിവിൽ നിയമങ്ങൾ അല്ലെങ്കിൽ പൗര നിയമങ്ങൾ ഇന്ത്യയിൽ എത്രയോ കാലമായിട്ട് ഏകീകൃതമാണ്. ഏകീകൃതമല്ലാതുള്ളത് 3-4 വിഷയങ്ങൾ മാത്രമാണ്. വിവാഹത്തെ സംബന്ധിച്ചത്, വിവാഹ മോചനത്തെ സംബന്ധിച്ചത്, അതുപോലെ ഈ അനന്തര സ്വത്തവകാശത്തെ സംബന്ധിച്ചത്, ദത്തെടുക്കൽ വിഷയത്തെ സംബന്ധിച്ചത്, ഇങ്ങനെ ഏതാനും കാര്യങ്ങളിൽ മാത്രമേ ഐക്യരൂപ്യം ഇല്ലാത്തതുള്ളൂ. ബാക്കിയെല്ലാം ഏകീകൃതമാണ്. ഇതൊക്കെ ഏകീകൃതമായതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മത സ്വാതന്ത്ര്യം ഇല്ലാതായിട്ടുണ്ടോ? അവരുടെ സാംസ്കാരിക വ്യക്തിത്വത്തിന് എന്തെങ്കിലും പോറലോ കോട്ടമോ സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ല. തന്നെയുമല്ല, ബ്രിട്ടീഷുകാർ വരുന്നത് വരെ അവർ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമവും 1861 പൊതു ക്രിമിനൽ നടപടിക്രമവും ആവിഷ്കരിക്കുന്നത് വരെ, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് അവരുടേതായ ക്രിമിനൽ നിയമങ്ങളും മുസ്ലിങ്ങൾക്ക് അവരുടേതായ ക്രിമിനൽ നിയമങ്ങളും ഉണ്ടായിരുന്നു. അതില്ലാതാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഏകീകരിച്ചു. അവർ പൊതു ക്രിമിനൽ നടപടിക്രമം കൊണ്ടുവന്നു, ഇന്ത്യൻ ശിക്ഷാ നിയമം കൊണ്ടുവന്നു.
അങ്ങനെ പൊതു ക്രിമിനൽ നടപടിക്രമം ബ്രിട്ടീഷുകാർ നടപ്പാക്കിയപ്പോൾ അതിനെ സർദാർ കെ എം പണിക്കർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? സർദാർ കെ എം പണിക്കർ പറഞ്ഞു, 1861 ബ്രിട്ടീഷുകാർ പൊതു ക്രിമിനൽ നടപടിക്രമം കൊണ്ടുവന്നത് വിപ്ലവാത്മകമായ നടപടിയായിരുന്നു എന്നാണ്. എ റെവല്യൂഷണറി സ്റ്റെപ്പ് എന്നാണ് സർദാർ കെ എം പണിക്കർ അതിന് പറഞ്ഞത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ ശിക്ഷാ നിയമങ്ങളും മുസ്ലിങ്ങളുടെ ശിക്ഷാ നിയമങ്ങളും ബാക്കിയുള്ളവരുടെ ഒക്കെ ശിക്ഷാ നിയമങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആകമാനം ബാധകമായൊരു ഇന്ത്യൻ ശിക്ഷാ നിയമവും ഒരു ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമവും കൊണ്ടുവന്നു. അതോടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? അതുവരെ 1861 ഈ പൊതു ക്രിമിനൽ നടപടിക്രമം ബ്രിട്ടീഷുകാർ നടപ്പാക്കുന്നത് വരെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണനെതിരെ സാക്ഷിമൊഴി നൽകാൻ ശൂദ്രന് അവകാശമുണ്ടായിരുന്നില്ല. ശൂദ്രൻ നൽകുന്ന സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുപോലെ ഒരു അമുസ്ലിം നൽകുന്ന സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമിനെതിരെ ഒരു നടപടിയും ശിക്ഷാ നടപടിയും സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല. ഇതങ്ങോട്ട് ഇല്ലാതായി. അതായത് ചില വിഭാഗങ്ങൾക്ക്, ഹിന്ദുക്കൾക്കിടയിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന സവിശേഷ അവകാശം, മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന സവിശേഷമായ അവകാശം ഒക്കെ ഇല്ലാതാക്കി ബ്രിട്ടീഷുകാർ ഈ പൊതു ക്രിമിനൽ നടപടിക്രമം നടപ്പാക്കിയതിലൂടെ. അതുകൊണ്ടാണ് സർദാർ കെ എം പണിക്കർ ആ നടപടിയെ റവല്യൂഷണറി എന്ന് വിശേഷിപ്പിച്ചത്, വിപ്ലവാത്മകം എന്ന് വിശേഷിപ്പിച്ചത്. ഇവിടെയും ഇപ്പോൾ ബാക്കിയുള്ള ഈ കുടുംബ നിയമങ്ങൾ ഏകീകരിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വിപ്ലവാത്മകമായൊരു പരിവർത്തനമായിരിക്കും. ഇനി ഇതിനെ എതിർക്കുന്ന സംഘടനകളുണ്ടല്ലോ, മുസ്ലിം മതസംഘടനകളായാലും മറ്റ് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളായാലും, അവർ മാത്രമല്ല നമ്മുടെ സെക്യുലർ പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്ന പാർട്ടികളും, കോൺഗ്രസ് പോലുള്ള CPM പോലുള്ള പാർട്ടികൾ, അവരൊക്കെ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെതിരാണ്. ഒരു കാലത്ത് CPM 1985 ഈ യൂണിഫോം സിവിൽ കോഡിന് അനുകൂലമായിരുന്നു. 1985 ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഷാബാനു ബീഗം കേസ് വരുന്നത്, വിധി വരുന്നത്. ആ വിധിക്കെതിരെ ഇന്ത്യയിലെ എല്ലാ യാഥാസ്ഥിതിക പ്രതിലോമ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തിറങ്ങിയപ്പോൾ അന്ന് നമ്മുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ആ വിധിക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്ന പാർട്ടിയാണ് CPIM. പക്ഷേ അവരും പിന്നീട് മാറി. കോൺഗ്രസ് അന്ന് ആ വിധിയെ എതിർത്തു. എന്നിട്ട് 1985 വന്ന സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി മുസ്ലിം വനിതാ നിയമം എന്ന ഒരു നിയമം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെട്ട സംഘടനകളെ പ്രീതിപ്പെടുത്താൻ ഉണ്ടാക്കി. അപ്പോൾ ഇവരെല്ലാവരും ഏതാണ്ട് ഇതിന് എതിരാണ്. ഈ പറയുന്ന സാധനം നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന് ദോഷം ചെയ്യും എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തുള്ള മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ മിക്കതിലും ആ രാഷ്ട്രങ്ങളിൽ നിലവിലുണ്ടായിരുന്ന മുസ്ലിം വ്യക്തി നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി പരിഷ്കരിച്ചത് തുർക്കിയാണ്. മുസ്തഫ കമാൽ അറ്റാതുർക്കിൻ്റെ കാലത്ത് തുർക്കി എന്ന മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ നിലവിലുള്ള ബഹുഭാര്യത്വം നിരോധിച്ചു, പുരുഷൻ്റെ ഏകപക്ഷീയ വിവാഹമോചനം നിരോധിച്ചു, സ്ത്രീ പുരുഷ സമത്വം പല മേഖലകളിൽ നടപ്പാക്കി തുർക്കിയിൽ. അതിനുശേഷം ഈജിപ്തിൽ വന്നു, ഇറാഖിൽ വന്നു, ഇറാനിൽ വന്നു, സിറിയയിൽ വന്നു, ജോർഡാനിൽ വന്നു, പാകിസ്ഥാനിൽ വന്നു, ബംഗ്ലാദേശിൽ വന്നു. പാകിസ്ഥാനിൽ വന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും. പാകിസ്ഥാനിൽ 1961 നോക്കണം, സ്വാതന്ത്ര്യം നേടി 14 വർഷം പിന്നിട്ടപ്പോൾ പാകിസ്ഥാനിലെ അന്നത്തെ ഭരണാധികാരി അയ്യൂബ് ഖാൻ, പട്ടാള ഭരണാധികാരി അയ്യൂബ് ഖാൻ, പാകിസ്ഥാനിൽ നിലവിലുണ്ടായിരുന്ന ഇന്ത്യയിൽ നിലവിലുള്ള അതേ മുസ്ലിം വ്യക്തി നിയമം തന്നെയായിരുന്നു അവിടെയും നിലവിലുണ്ടായിരുന്നത്, പരിഷ്കരിച്ചു. അവിടെ ബഹുഭാര്യത്വത്തിന് കടിഞ്ഞാണിട്ടു. കോടതി മുഖേനയല്ലാതെ ഒരു മുസ്ലിം പുരുഷന് രണ്ടാമതൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അവിടെ കോടതിയുടെ അനുവാദം വേണം. അതുപോലെ ഏകപക്ഷീയമായ വിവാഹമോചനത്തിന് കടിഞ്ഞാണിട്ടു പാകിസ്ഥാനിൽ പോലും. എന്നിട്ടാണ് നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിം മതസംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല, സെക്യുലർ പാർട്ടികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പോലും ഇപ്പോൾ ഇവിടെ പൊതു സിവിൽ കോഡ് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പൊതു സിവിൽ കോഡ് ഏതെങ്കിലും മതത്തിനെതിരല്ല, പൊതു സിവിൽ കോഡ് ഏതെങ്കിലും സമുദായത്തിനും എതിരല്ല. അത് ആർക്കെങ്കിലും എതിരാണെങ്കിൽ
അത് ഓരോ സമുദായത്തിലെയും പുരുഷാധിപത്യ മൂല്യങ്ങളുടെ ഭക്തന്മാർക്ക് മാത്രം എതിരാണ്. പുരുഷാധിപത്യ മൂല്യങ്ങളെ താലോലിക്കുന്നവർക്ക് മാത്രം എതിരാണ് ഈ പൊതു സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതോട് ഉദ്ദേശിക്കുന്നത് ലിംഗസമത്വമാണ്, ലിംഗനീതിയാണ്. അത് നടപ്പാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിലും ജനങ്ങൾ, എല്ലാ മതസമുദായങ്ങളിലും പെട്ട ജനങ്ങൾ ഈ കാര്യം ഗ്രഹിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.